ഹലോ മൈ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഗേസ് നമ്മൾ എന്താണെന്നത്തെ ഈ ഒരു എക്സിക്യൂട്ടീവ് ലുക്കിൻ്റെ കാരണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഗേസ്? പറഞ്ഞുതരാം ഗേസ്. നമ്മൾ ഗേസ് അങ്ങനെ പുതിയ ട്രാവൽ ഹബും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ട്രാവൽ ഹബിൻ്റെ നെയിമും കാരണം ഇപ്പോൾ റിവീലാക്കുന്നില്ല. അപ്പോൾ ഗേസ് നമുക്ക് ഫസ്റ്റ് ഗേസ് എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ള കാര്യം പറയും. ട്രാവൽ ഹബിലേക്ക് ഗേസ് പുതിയൊരു ചെറുക്കനങ്ങ് എടുക്കുകയാണ്. നമ്മളെ ഫസ്റ്റത്തെ ചെറുക്കനങ്ങ് എടുക്കുകയാണ്. നമുക്ക് കുറച്ച് സ്ലോ മോഷനൊക്കെ നടക്കാം. ചെറുക്കം കണ്ട കൈസ് കണ്ടടാസ് അവളെ ഫോർഡിൻ്റെ അർബേനിയാണ് ഈ നമ്മൾ എടുത്തേക്കുന്നത്. അർബേനിയൻ്റെ ബേസ് മോഡലാണ് ഈ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ട്രാവൽ ഹബിൻ്റെ ഫസ്റ്റ് ചെറുക്കനാണ്. കണ്ട കേസ് റിബണും കാലൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതാണ് കേസ് വണ്ടിയുടെ ലുക്ക്. ഏതല്ല കേസ് പേസ് റെഡി കാഷും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കിനി വണ്ടി റിവീൽ ചെയ്യാൻ മാത്രമാണ് കേസ്. എനിക്ക് എന്താ പറയുക, ചാവിയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഫസ്റ്റ് കേസ് നമുക്ക് വണ്ടിയുടെ ഡോറൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ഓ ഗൈസ്, നല്ല എന്താണ് കനമുള്ള ഡോറും കാര്യങ്ങളൊക്കെ. പിന്നെ വണ്ടിക്ക് നല്ല ഉയരമുണ്ട്. ബോണറ്റൊക്കെ തുറന്ന് നോക്കാം ഗൈസ്. ഏതാല്ലേ പിന്നെ ഗൈസ് ഇവിടെ ഈ ഡോറും തുറന്ന് നോക്കാം. ഓ ഗൈസ്, വണ്ടി ഇങ്ങനെ കാണാൻ നല്ല രസമാണ് ഗൈസ്. പിന്നെ ഗൈസ് ഇപ്പോഴത്തെ ബാക്കത്തെ ഡോറ് തുറന്ന ഗൈസ് മതിലിടിക്കും. അവിടെ തുറക്കുന്നില്ല. ഡോറും കാര്യങ്ങളൊക്കെ അടച്ചിടാം. അപ്പോൾ ഈ നമ്മളെ പുതിയ ആദ്യത്തെ പുത്രനാണ് ഈ കാണുന്നത് നമ്മളെ. അപ്പോൾ ഈ നമ്മൾ മാത്രമായിട്ടില്ല ഈ ട്രാവൽ ഹബിൽ ഉണ്ടാവുക. ട്രാവൽ ഹബിൽ ജോയിൻ ചെയ്യാനുള്ളവരെല്ലാവരും എന്താ പറയുക, ജാക്കേട്ടി സിപ്പി എന്ന് പറഞ്ഞ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു തന്നാൽ മതി. എന്നാലും കേസ് നിങ്ങൾ നമ്മളെ ട്രാവൽ ഹബിലേക്ക് ജോയിൻ ആക്കുന്നതാണ്. ഇപ്പോൾ ഈ ഇപ്പോൾ ആൾക്കാരും കാര്യമെല്ലാം ഒന്നുമില്ല ട്രാവൽ ഹബിൽ. വേഗം ജോയിൻ ചെയ്താൽ പിന്നെ ആക്കാമെന്ന് കരുതിയിട്ട് കാര്യമില്ല. അപ്പോഴത്തേക്ക് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഫുള്ളായിരിക്കും. ഇപ്പോൾ കേസ് നമുക്ക് ഫസ്റ്റ് തന്നെ വണ്ടി കാര്യങ്ങളൊക്കെ ഡെലിവർ ചെയ്യാം. ഞാൻ വണ്ടിയിൽ കയറാൻ പോവാണ്. അയ്യോ ഗൈസ്, നല്ല ഉയരമുണ്ട് കേട്ടോ വണ്ടി. ഗൈസ് ചെറുക്കൻ നമുക്ക് ഇറക്കാം. ഇതാണ് ചെറുക്കൻ്റെ ഇൻറ്റീരിയർ വന്നേക്കുന്നത്. വെള്ളം എടുക്കാട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള നിമിഷമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. നമുക്ക് വണ്ടി ഇറക്കാം. ഓക്കെ, ഇറക്കാൻ പോവാണ്. ഈ സമയം ഈ പുതിയ ചെറുക്കനങ്ങ് റോട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഓ വണ്ടി അടി കെട്ടിയോ? ഇല്ലല്ലേ ഗൈസ്. ഓ ഗൈസ്, നമ്മളെ പുതിയ ചെറുക്കൻ അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് വണ്ടിയിൽ. ഇനി ഗൈസ് ഈ ചെറുക്കൻ്റെ ആറാട്ടായിരിക്കും ഗൈസ് റോട്ടിൽ. അപ്പോൾ ഗൈസ് ഫസ്റ്റ് ഗൈസ് ഞാൻ ഈ വണ്ടി വീട്ടിലേക്കല്ല കൊണ്ടുപോകണേ. ഗൈസ് അതിൻ്റെ മുന്നേ നമുക്ക് സംഭവം ചെയ്യാനുണ്ട്. ഷോ മിറേഴ്സ് ആക്കിയേക്കാം. ഓക്കെ, വണ്ടി നല്ല പൊളി സാധനമാണ് ഗൈസ്. ഫസ്റ്റ് ഗൈസ് നമുക്ക് പറയാനുള്ളത്, വണ്ടി ഗൈസ് വീട്ടിലേക്കല്ല നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ വണ്ടി ഗൈസ് പെട്രോൾ ഡീസലും കാലമൊക്കെ കുറവാണ്. ഫസ്റ്റ് ഗൈസ് പമ്പ് കയറി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് കാശങ്ങ് വീശാം. ഓ ഇത്രയും വലിയ വണ്ടി ഓടിക്കുമ്പോൾ ഒരു സന്തോഷം ഗൈസ്. നമ്മൾ സ്വന്തം പൈസക്ക് വാങ്ങിയ വണ്ടി ഓട്ടുമ്പോൾ. പിന്നെ ഈ ബഗ് നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ദി വേൾഡ് ഈസ് എൻഡിയർ എന്ന് പറഞ്ഞാൽ പൈസ ഇവിടെ ആയിട്ടാണ് നമ്മളെ വണ്ടിയുടെ ടാങ്ക് കാലൊക്കെ വരുന്നത്. അർബേനിയ ഗൈസ്, നമ്മളെ ചെറുക്കനെ നമ്മൾ നേരെ വർക്ക്ഷോപ്പിലേക്കാണ് കൊണ്ടുപോകുന്നത്. ടാങ്ക് ഫുള്ളായിട്ടുണ്ട്. കാരണം ഗൈസ് നമ്മളെ ചെറുക്കൻ പണിയാൻ പോവുകയാണ് ഗൈസ്. പേരും നെയിം ബോർഡും കാര്യങ്ങളൊക്കെ പൊട്ടിക്കാനും ഉണ്ട്. പിന്നെ നമുക്കൊരു അടിപൊളി സ്ഥലം നോക്കണം, വണ്ടി പണിയാൻ പറ്റിയൊരു സ്ഥലം. ഗൈസ് വണ്ടി പണിയാൻ പറ്റിയൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇവിടെ സ്ഥലമുണ്ട് ഗൈസ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്. പുള്ളി കുറേ ആളുകളായിട്ട്. ഓ ഗൈസ്, ഇവിടെ വേറെ അർബേനിയ കണ്ടോ ഗൈസ് നിങ്ങൾ, വൈറ്റ് കളറ്. ഗൈസ് നമുക്ക് നേരെ വണ്ടി പണിയാൻ വേണ്ടി അങ്ങോട്ട് പോകണം. അത് വണ്ടിയും കൊണ്ട് ദൂരെ പോകേണ്ടി വരും. വണ്ടി കുറച്ചുകൂടി കയ്യിൽ ഒതുങ്ങല്ലോ. എനിക്ക് പേടിയാവുന്ന ഈ വണ്ടി ഓട്ടാൻ. കാരണം ഇതുവരെ കാറും കാലിലൊക്കെയാണ് ഓടിച്ചിരുന്നത്. ഈ വണ്ടി ഓട്ടുമ്പോൾ ഈ വേറെ തന്നെ ഒരു ഫീല്. ഫസ്റ്റ് ടൈമാണ് വണ്ടി ഓടും. പിന്നെ എൻ്റെ സൗണ്ടിൽ ചെറിയ മാറ്റം ഉണ്ടാവും. കാരണം എനിക്ക് ജലദോഷമാണ് പൈസ എല്ലാവരും അതിന് ക്ഷമിക്കുക. ഓ നല്ല കൺട്രോളിങ് ഉണ്ട് കേട്ടോ ഈ വണ്ടി.
ഗൈസ് മറ്റേ മാപ്പിൽ ഓടാവുന്ന ബഗ് വീണ്ടും വന്നിട്ടുണ്ട്. ഓ ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷം. വണ്ടി തട്ടിയ ആ സന്തോഷം പോയിക്കോളും. അതുകൊണ്ട് ഞാനൊരു 80 സ്പീഡിൻ്റെ ഓണിലേക്ക് വണ്ടി കൊണ്ട് കടന്നിട്ടില്ല. കേസ് എനിക്കിപ്പോൾ കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഹൈവേ എത്തിയപ്പോൾ. എന്നാലും കേസ് കോൺഫിഡൻസ് അങ്ങ് പോയി കേസ്. കാരണം കേസ് ഇത് വളവും തിരിവുള്ള വഴി ആയതുകൊണ്ട് തന്നെ. അല്ല ഹൈവേ 80ൻ്റെ മുകളിൽ എന്തായാലും കയറേണ്ടി വരും. കേസ് വർക്ക്ഷോപ്പ് ചെന്നിട്ട് കേസ് വണ്ടിക്ക് നെയിം ബോർഡും കാര്യങ്ങളും അലോയ് വീലും കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം വണ്ടി ഇറങ്ങുള്ളൂ കേസ്. ഇപ്പം അടുത്തൊന്നും വണ്ടി ഇറങ്ങൂല. വണ്ടി കേസ് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. വണ്ടി കേസ് ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി വണ്ടിയാണ് കേസ്. പിന്നെ നമുക്ക് സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കേസ് വണ്ടിയിൽ. പൈസ പ്രോൻ്റെ അടുത്ത് നിന്ന് ചെയ്യാം. പിന്നെ വണ്ടിയുടെ മൊത്തമായിട്ടുള്ള റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സ്റ്റോക്ക് കണ്ടീഷൻ നല്ല കേസ് നമ്മൾ റിവ്യൂ ചെയ്യുക. നമ്മളെന്താ പറയുക വണ്ടിയുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ട്. ഇപ്പോൾ നമ്മളെ വണ്ടിയുടെ കളറിൻ്റെ പേര് സിൽവർ ബ്ലാക്ക് എന്നാണ് ഈ നമ്മളെ കളറിൻ്റെ പേര് വന്നിരിക്കുന്നത്. മറ്റേ ഹനാൻ ഷോക്ക് എടുത്ത ആ സെയിം കളർ തന്നെയാണ് ഈ നമ്മളെടുത്തേക്ക്. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക് കളറാണ് ഈ നമ്മളെടുത്തേക്കുന്നത്. വൈറ്റ് പിന്നെ ഇപ്പോൾ എല്ലാവരും അർബേനിയ വൈറ്റ് ആയിട്ടാണ് കൊണ്ടുനടക്കുന്നത്. എനിക്ക് അത്ര ഇഷ്ടമായില്ല. നമുക്ക് ഈ ഒരു കളർ നല്ല രീതിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഈ കളർ ഞാൻ ആക്കി. കാരണം നമുക്കൊരു വെറൈറ്റി പിടിക്കാൻ വിചാരിച്ചിട്ട്. ഈ കളറിലും കുറേ പേര് കൊണ്ടുനടക്കുന്നുണ്ട്. സ്ഥലം എത്താനായോ സ്ഥലം എത്താനായിട്ടുണ്ട്. വണ്ടി നല്ല കൺട്രോളിങ് ഉണ്ട് കേട്ടോ. എനിക്ക് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ലുക്ക് ഭയങ്കര എന്തോ ഒരു ഇഷ്ടംമാതിരി തോന്നി. നല്ല അടിപൊളി ലുക്ക്. എനിക്ക് ബേസ് ബോർഡിൻ്റെ ലുക്കാണ്. അയ്യോ ഗൈസ് പിടിച്ചേനെ. കേസ് ഈ ബേസ് ബോർഡിൻ്റെ ലുക്കാണ് കേസ് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടത്. കേസ് എന്താ കേസ് ചെറിയ പ്രശ്നം ലാഗ്. ഗിയറിന് ലാഗ് അല്ല കേസ്. അത് ഇത്രയും വലിയ വണ്ടി വലിച്ചു കൊണ്ടുപോകാനുള്ള ഒരു പവർ അടുപ്പിക്കുന്നതാണ്. പിന്നെ ഈ വണ്ടിയുടെ എന്താ പറയുക എൻജിന് ഏത് വണ്ടിയിലായിരുന്നു നിങ്ങൾക്ക് ആരെങ്കിലും കമൻറ്റ് ചെയ്യുക. എനിക്കറിയാത്ത ഏത് കമ്പനീൻ്റെ എൻജിനാണ് ഈ വണ്ടി ഇരിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്കറിയാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് അടിക്കുക. അപ്പോൾ നമ്മൾ നേരെ വർക്ക്ഷോപ്പിൻ്റെ സ്ഥലത്തേക്ക് പോകണം. വളരെ മൊത്തത്തിലൊരു വേറെ തന്നെ വൈബാണ് ഈ സ്ഥലത്ത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയൊക്കെ പോയത്. പിന്നെ ഈ വണ്ടിക്ക് പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കാൻ കുറച്ച് ടൈം എടുക്കും. കാരണം ഇത്രയും വലിയ വണ്ടിയൊന്നും വലിച്ച് കൊണ്ടുപോകണ്ടേ. പക്ഷെ പുള്ളിങ് എടുത്ത് എനിക്കാണെങ്കിൽ അറിയാം നേഴ്സ് നല്ല ലാഗ് അടിക്കുന്നുണ്ട്. ഇത് ഫോണിൻ്റെ കുഴപ്പമില്ല, ഈ ഗെയിമിൻ്റെ കുഴപ്പമാണ്. ഇവിടെയൊക്കെ റോഡില്ല ഗൈസ്. ഗൈസ് ഈ മുന്നിൽ കാണുന്ന റോഡാണല്ലേ, അത് കണ്ടിട്ടില്ല. ഇതൊരു വേറെ തന്നെ വൈബുള്ള സിറ്റിയാണ് ഈ സിറ്റി. ഗൈസ് ഇവിടുന്ന് നേരെ വണ്ടി ഇതാക്കണം, വർക്ക് ഏൽപ്പിക്കണം. കാരണം ഞാൻ പല വർക്ക്ഷോപ്പിലും വിളിച്ചു നോക്കി, അവിടെയൊക്കെ കേസ് നല്ല തിരക്കാണ്. വണ്ടി കുറേ മാസങ്ങൾക്ക് ശേഷം ഇറക്കാനുള്ളൂ. പക്ഷേ കേസ് ഇത് അത്ര തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേസ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദൂരത്ത് പോയാൽ തന്നെ നല്ല അടിപൊളി വർക്കുകളൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ശേഷം കുറച്ച് ദൂരം വന്നിട്ട് ഇവിടെ കൊണ്ടുപോയിട്ടെ. ദേശം ഇപ്പം എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ മാത്രം ഇങ്ങനെ പേടിഎം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു ഭയങ്കര ഇഷ്യൂ ആണ്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. ഗൈസ് വർക്ക് യാർഡിലേക്ക് നമ്മൾ എത്തി. വണ്ടി തട്ടൂലല്ലോ. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടേക്കാണ് കൊണ്ടുവന്ന് നിൽക്കുന്നത്. ഈ വണ്ടീൻ്റെ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് പേടിയാവുന്ന കേസ് ഇവിടെ. അത് കേസ് ഒരുപാട് വണ്ടിയുടെ ബോഡിയാണ് കേസ്, ബോഡി വർക്കുകളൊക്കെ ചെയ്താണ്. നമ്മൾ ഇതിനെ പേടിക്കാൻ നമ്മൾ പുതിയ വണ്ടി സെറ്റ് വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നതാണ്. നമ്മൾ ഗിഫ്റ്റ് ബോക്സും സൗണ്ട് ഇതാക്കി തോന്നുന്നുണ്ട്, എന്താ പറയുക കിട്ടി തോന്നുന്നുണ്ട്. ഇപ്പം നമ്മൾ വണ്ടി കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് കേസ് ഇവിടെ അല്ല കേസ് നമുക്ക് വണ്ടി ഇടണ്ടേ. ഞാൻ ഇവിടെ എവിടെയാണ് ഇടേണ്ടത് നോക്കി നോക്കാം. ഇതവൻ്റെ യാർഡാണ് കേസ്. ഇവിടെ എന്താണ് മറ്റേ പ്രകാശുമാരി ബോഡി ബിൽഡിങ് സംഭവമാണ്. ഇപ്പോൾ കേസ് ഇവിടെ അല്ല കേസ് നമ്മൾ ശരിക്കും എത്തേണ്ടിയിരുന്നത്, സ്ഥലം മാറിപ്പോയാണ് കേസ്.
എനിക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറണം തോന്നിയപ്പം കയറി. സിദ്ധു അവൻ്റെ സ്ഥലം തന്നെയാണ് കേസ്. ഇവൻ കേസ് നമ്മളതിൻ്റെ പഴയ കൂട്ടുകാരനാണ്. കേസ് ഇവനിപ്പോൾ ഇവിടെ ഇല്ല, ഇവിടെ ആരും ഇല്ലയെന്നാണ് അവൻ പറഞ്ഞേക്കുന്നത്. ഇനി ഇന്നൊരു വണ്ടി അവിടെ കൊണ്ടുപോയിടാനാണ് അവൻ പറഞ്ഞത്. അതിനോട് കേസ് നല്ല ലാഗ് അടിക്കുന്നുണ്ട്. നല്ലതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ലാഗ്. നമ്മളെ വണ്ടി കേസ് 6 കിലോമീറ്റർ ഉണ്ട് ഇപ്പോഴേ വണ്ടി എടുത്തപ്പോൾ. ഓക്കെ കേസ് ചെക്കൻ്റെ വർക്ക്ഷോപ്പിലേക്ക് നമ്മൾ കയറുകയാണ്. ഓ ഗായ്സ് അടിപൊളി വർക്ക്ഷോപ്പും കാര്യമൊക്കെയാണ്. ബ്രോ ഒരു പയഞ്ചനാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവൻ ചെയ്യുന്ന വർക്ക് അതൊരു ഒന്നൊന്നര വർക്കാണ്. നമുക്ക് വണ്ടി നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയിടാം. ഇങ്ങനെ എടുക്കേ. ഓഹ് ചെറുക്കൻ്റെ ലുക്ക് ഉണ്ടായി. ഏതാ ലുക്ക്? ഓ ജസ്റ്റ് വിസിനട്ടാ കമ്പി തട്ടിയാൻ. എനിക്ക് വേണ്ടി നല്ല കംഫേർട്ട് വിത്ത് നല്ല ബ്രേക്കിങ് കാര്യങ്ങളൊക്കെയാണ് വണ്ടി വന്നിരിക്കുന്നത്. ഓ ഇതിൻ്റെ ഡോറും തുറന്നു നോക്കാൻ എനിക്ക് തോന്നി, അപ്പോൾ തുറന്നു നോക്കിയാണ്. ഇത് ഓട്ടോമാറ്റിക് ഡോറും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഓ ഗൈസ് നമുക്കിനി നേരെ വണ്ടി ഇറങ്ങാം. അപ്പോൾ ഈ ഇവിടുന്നാണ് നമ്മൾ വണ്ടിയുടെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സെറ്റ് വർക്കും ലൈറ്റ് വർക്കോ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഡു നോട്ട് എൻ്റർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇവിടെ ആരുമില്ല വർക്ക്ഷോപ്പിൽ, അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ വണ്ടിയുടെ എന്താ പറയുക വരവിന് നമ്മൾ കാത്തിരിക്കുക ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഗൈസ് നിങ്ങൾക്ക് നമ്മളെ ഈ ടീമിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ നമ്മളെ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടാൽ മതി. ജാക്കോറ്റ് സിപ്പ പറഞ്ഞ മെസ്സേജ് എന്താ പറയുക ഇൻസ്റ്റാ അക്കൗണ്ടിൽ നമ്മൾ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ നമ്മളെ ടീമിൽ കയറ്റുന്നതായിരിക്കും. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം കൊണ്ട് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ ഓക്കെ ഗൈസ് ബൈ.